ആദ്യം തന്നെ ഇതുപോലെ 16 ഓലക്കാലുകളുള്ള ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഇങ്ങനെ ചെത്തി മീനിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വളഞ്ഞു വരത്തില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഇത് കയറ് പോലെ കെട്ടാനൊരു ഇത് വെക്കുക. അപ്പുറത്തും അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ ഇതുപോലെ വളയ്ക്കുക. അതിനുശേഷം ഇതുപോലെ കെട്ടുക. അതിൻ്റെ വള്ളി കൊണ്ട് തന്നെ കെട്ടുക. പിന്നീട് ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് വളച്ച് വെക്കുക. അടുത്തതായി ഇതുപോലെ തന്നെ നോക്കി ചെയ്യുക. അതിനുശേഷം ഒരെണ്ണം എടുക്കുക, 3 കാല് വിട്ടിട്ട് 4ാമത്തെ കാല് ആദ്യത്തെ എടുത്തിട്ട് 3 എണ്ണം കഴിഞ്ഞതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. 6ാമത്തെ എടുക്കുക, അതായത് 6ാമത്തെ അവിടെ വരെ ചെല്ലുക. അകത്തേക്ക് പിടിക്കുക. അതിനുശേഷം അതുപോലെ തന്നെ അടുത്തതും ചെയ്യുക. 3 എണ്ണം കഴിഞ്ഞ് അതിൻ്റെ അടുത്തതിലൂടെ 6ാമത്തെ അവിടെ കൊണ്ട് വെക്കുക. ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റിപ്പോവല്ലേ. തെറ്റിപ്പോയാൽ മൊത്തം പോവും. ആദ്യമേ ടൈറ്റ് ചെയ്യാൻ നോക്കരുത്, ലൂസാക്കി തന്നെ പോവുക. ഇങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ വരരുത്, അത് ആ എണ്ണി തന്നെ പോണേ. 3 എണ്ണം കഴിഞ്ഞെടുക്കുക, അടുത്തതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് പോവുക. ഇതിൻ്റെ മേലിട്ട് വന്നിട്ട് അടുത്തത് 1, 2, 3 ഇതിൻ്റെ മേലിൽ കൂടെ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ പോയി ഇതിൻ്റെ മേലിൽ കൂടെ വന്ന് ഇതിൻ്റെ അടിയിൽ ഇത്രയും ചെയ്തല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒന്ന് മുറുക്കി കൊടുക്കുക. നമ്മൾ ഇത്ര ചെയ്ത് എണ്ണി എടുത്ത പോലെ ഓരോ ഇതിൻ്റെ ഇതും പെതുക്കെ വലിച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. ഓരോന്നായിട്ട് വേണം വലിച്ച് ടൈറ്റ് ചെയ്യാൻ. മൊത്തോടെ പിടിച്ച് ഒറ്റയടിക്ക് വലിച്ച് ടൈറ്റ് ചെയ്യാൻ നോക്കരുത്.
അങ്ങനെ ടൈറ്റ് ആക്കിയതിന് ശേഷം അടുത്തതായിട്ട് ഇങ്ങനെ കൊട്ട പോലാക്കാൻ ഇങ്ങനെ ഒന്ന് ശ്രമിക്കണം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് ആക്കുക. ചെറിയ തോതിൽ കൊട്ടയുടെ ഒരു ഷേപ്പ് വരും അങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ടും ടൈറ്റ് ചെയ്യാനുള്ളവിടെ എല്ലാം ടൈറ്റ് ചെയ്യണം വലിച്ച്. ഗ്യാപ്പുള്ളവരെല്ലാം ഫില്ല് ചെയ്യണം കേട്ടോ, വലിച്ച് ഗ്യാപ്പ് വരാൻ പാടില്ല. അങ്ങനെ വലിച്ച് വരുമ്പോൾ ഇങ്ങനൊരു ഇത് വരും, ഷേപ്പ് വരും കൊട്ടയുടെ. നല്ലവണ്ണം മുറുക്കണം. പറയാം അതിനുശേഷം ഒന്ന് രണ്ട് അങ്ങനെ ലാസ്റ്റ് ഇത് ഓരോന്ന് എണ്ണി ഇങ്ങനെ പിടിക്കണം. കാരണം ഇനി അടിയിലത്തെ ആ സർക്കിളിൻ്റെ അവിടെ നമ്മൾ ഫില്ല് ചെയ്യണമല്ലോ. ഇനിയുള്ള സ്റ്റെപ്പ് അതാണ്. അങ്ങനെ ഇത് മാറിപ്പോകാതെ കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ എണ്ണി എടുക്കണം. മാറിപ്പോയാൽ തെറ്റിപ്പോകും കേട്ടോ, മാറിപ്പോവില്ല. എന്നിട്ടെല്ലാം ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് നിങ്ങൾ 8 എണ്ണം അവിടെ എണ്ണണം. 8ൻ്റെ ആദ്യം 8നകത്തൂടെ കയറ്റിയിട്ട് ആദ്യത്തെ താഴോട്ട് ഇറക്കുക. പിന്നെ അതിന് പുറകെ 7, 6, 5, 4 അങ്ങനെ വരിക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇതായിരിക്കും വരുന്നത്. താഴോട്ട് വിടുന്നതെല്ലാം നിങ്ങൾ കറക്റ്റ് കൈകൊണ്ട് പിടിക്കുക. അപ്പോൾ അവിടെ ഒരു ഷേപ്പ് കിട്ടുന്നതായിരിക്കും സർക്കിളിൻ്റെ അവിടെ. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ അടുത്തതായിട്ട് കയറ്റുന്നത്, അതായത് മുകളിലേക്ക് തന്നെ തിരിച്ച് ചെയ്യുകയാണ് അടുത്ത് ചെയ്യുന്നത്. പറഞ്ഞ ആശുപത്രി പോണമെന്ന്. അത് ഇതുപോലെ തന്നെ കറക്റ്റ് എണ്ണി എടുക്കണം. എന്നാ പിന്നെ ആശുപത്രി പോവില്ലേ? എന്താ പിന്നെ കറക്റ്റ് ആ ഓർഡറിൽ തന്നെ പിടിക്കുക. അങ്ങനെ പിടിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഒരു ഇത് കിട്ടുക നിങ്ങൾ നോക്കണം. കിട്ടിയെങ്കിൽ ഇത്രയും ചെയ്ത് നിങ്ങൾ കറക്റ്റാണ്. എന്നിട്ട് അതൊന്ന് വലിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുക്കണം. ബിസിയാ.
ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ തിരിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാം കറക്റ്റാണെന്നൊന്ന് ക്ലിയറായിട്ട് നോക്കണം, ക്ലിയർ ചെയ്യണം. ഒരെണ്ണം എടുക്കുക, ജസ്റ്റ് അതിൻ്റെ ഒരെണ്ണം എടുത്തതിൻ്റെ തൊട്ടിപ്പുറത്തെ ആ ഒരു ഹോളിലൂടെ വേണം അകത്തോട്ട് ഇടാനേ. ഒരെണ്ണം എടുത്തു, അതിൽ എടുക്കുന്നു, അത് വലിക്കുന്നു, അപ്പോൾ നേരെ അപ്പുറത്ത് ചെല്ലും. അതായത് ഒരെണ്ണം എടുക്കുന്നു, എന്നിട്ട് അവിടുത്തെ ആ ഹോളിനകത്തൂടെ ഇടുന്നു, പുറകെ കൂടെ വലിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ അടുത്തതും അതുപോലെ ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്തൂടെ എടുക്കുന്നു, ഹോളിലൂടെ ഇടുന്നു, വലിക്കുന്നു. കണ്ടോ? അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് എടുക്കുന്നു, ഹോളിൽ കൂടി ഇടുന്നു, വലിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ളതും അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. തീരുന്നിടത്തെടുക്കാം. വിട്ട് അങ്ങനെ എല്ലാം മണ്ടയ്ക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിക്കണം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിക്കുക. എല്ലാം കറക്റ്റായിട്ട് വന്നോന്നൊന്ന് നോക്കണം, ക്ലിയറായിട്ട്. തെറ്റിപ്പോയാൽ കൊട്ടായിട്ട് കിട്ടത്തില്ല. ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് അതിനുശേഷം അടുത്തത് ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തെ ഹോളിലൂടെ വീണ്ടും ഒന്ന് താഴേക്ക് വലിക്കുക. ജസ്റ്റ് അടുത്ത ഹോളിലൂടെ ഇട്ടാൽ മതി, മേളിലോട്ട് വന്നത്. ഓക്കെ, ഹോൾ മാറിപ്പോയാൽ കറക്റ്റ് അടുത്തതായിട്ട് ഇടണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അടുത്ത ഹോളിലൂടെ താഴോട്ട് വലിക്കുക ഇട്ടിട്ട്. ഇങ്ങനെ വിടുന്നു. അതിൻ്റെ അടുത്തത് അതുപോലെ തന്നെ അടുത്ത ഹോളിലൂടെ താഴോട്ട് വിടുക. ഒന്ന് ജസ്റ്റ് വലിച്ചു പിടിക്കുക. അത് വേണ്ട. എന്നിട്ടിത്
ഇതിലേക്ക് ഇങ്ങനെ കൊരുത്ത് വിടുക. നമ്മൾ ഇതിലേക്ക് കയറ്റി അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. എല്ലാം താഴേക്ക് അടുത്ത ഹോളിലൂടെ ഇടുക. ഇതിലേക്ക് കയറ്റി അവസാനമായിട്ടെല്ലാം ക്ലിയർ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗം സൈഡിലൂടെയുള്ള ഗ്യാപ്പിലൂടെ കയറ്റി വിടുക. കിട്ടിയില്ല നമുക്ക് കറക്റ്റായിട്ട്. കിട്ടിയില്ല. അതുപോലെ ഓരോന്നും ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് അടുത്ത ഗ്യാപ്പിലൂടെ ഫില്ല് ചെയ്യുക ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. കത്രിക കൊണ്ട് കട്ട് ചെയ്യുക, അവിടെ ഫില്ല് ചെയ്യുക. ലാസ്റ്റ് ഭാഗം ഇടുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് കയറ്റുമ്പോഴേ ഒരു ഭംഗി കിട്ടുന്നതായിരിക്കും കോട്ടയ്ക്ക് നല്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കൊട്ട റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ നിർമ്മിച്ചത്. ഇപ്പോൾ കാണുന്ന 18-ൻ്റെ ഇതാണ്. നമ്മളിപ്പോൾ ചെയ്തത് 16-ൻ്റേതും. ഇത് നടുക്കകത്ത വലുത് 18-ൻ്റേതും ഇപ്പുറമുള്ളതൊക്കെ 16-ൻ്റെതാണ്. എങ്ങനെയുണ്ട്? എല്ലാം വീട്ടിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പ്ലാസ്റ്റിക്കൊക്കെ വെറുതെ കാശ് കൊടുത്ത് മേടിച്ച് വെക്കുന്നതിലും നല്ലതാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.